രാവിലെ തന്നെ എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തൻഹാലോ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി. തലേദിവസം ഹോസ്റ്റലിൽ പറഞ്ഞ് ബുക്ക് ചെയ്ത സ്കൂട്ടർ രാവിലെ തന്നെ അവിടെ എത്തി. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മറ്റൊരു ഐലൻഡായ ന്യൂസാപ്പെനിഡയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് രാവിലെ ഞങ്ങൾ ഈ തൻഹാലോ ടെമ്പിളിൽ പോയി ഒന്ന് വിസിറ്റ് നടത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതാണ് അവിടുത്തെ പെട്രോൾ പമ്പ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം സൈഡിൽ ഈ സംഭവം കാണാം. ഈ കടയിലാണ് പെട്രോളും ഡീസലും ഒക്കെ വിൽക്കുന്നത്. ഇതുകൂടാതെ ചില കടയുടെ മുമ്പിൽ ചില വോഡ്ക കുപ്പികളിൽ പല കളറിലുള്ള വെള്ളം പോലെ കാണാം. ശരിക്കും പറഞ്ഞാൽ അത് ഓരോ കുപ്പി, ഓരോ ലിറ്റർ പെട്രോളും ഓരോ ലിറ്റർ ഡീസലും കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ചേക്കുന്നതാണ്. പെട്രോൾ തന്നെ പല തരത്തിലുണ്ട് അവിടെ. പെട്ര മിനി, പെട്ര മാക്സ്, പെട്ര പ്രീമിയം എന്നൊക്കെ പറയും. പെട്ര പ്രീമിയം ആണ് ഏറ്റവും വില കുറഞ്ഞത്. ബാലിയിൽ അധികം നേരം ഞങ്ങൾ നിൽക്കുന്നില്ല. കാരണം ബാലി ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു സ്ഥലമല്ല. അവിടെ പോയി താമസിച്ച് റിസോർട്ട്സിലൊക്കെ താമസിച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് ബാലി. പിന്നെ അവിടെ ഒരു വോൾക്കാനോ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി 2 വോൾക്കാനോ വിസിറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ പോകേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു ഐലൻഡാണ്. റോഡുകളൊക്കെ വളരെ ചെറുതാണെങ്കിലും നന്നായി ടാർ ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയാണ്, അതേ ക്ലൈമറ്റും. കുറച്ച് ഉഷ്ണം കൂടുതലാണെങ്കിലേ ഉള്ളൂ. നല്ല ട്രാഫിക് ഉണ്ട്. മോസ്റ്റ്ലി ബൈക്കാണ് അവിടെ കൂടുതലുള്ളത്. ഞങ്ങളങ്ങനെ തൻഹാലോട്ടെത്തി. ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയത്. കാരണം ആളുകൾ വന്ന് അവിടെ ക്രൗഡഡ് ആകുന്നതിന് മുമ്പ് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല നേരത്തെ എത്തി. അതുപോലെ തന്നെ ആൾക്കാർ കുറവുള്ള സമയത്ത് തന്നെ അവിടെ എത്താനും പറ്റി. നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ പലതരം ഹാൻഡിക്രാഫ്റ്റ്സും ഡ്രസ്സും ഒക്കെ കിട്ടും. കൂടുതലും മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും പിന്നെ ബീച്ച് ഡ്രസ്സുകളും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഈ കാണുന്ന സാധനം നമുക്ക് ബാലിയിൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ എല്ലായിടത്തും കാണാൻ പറ്റും. ഇതൊരു ഓഫറിങ് പോലെ അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കുറേ പൂക്കളൊക്കെ നിരത്തി ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അതിനകത്ത് എന്തേലും ഒരു വസ്തു, ചിലപ്പോൾ അവർ വിൽക്കുന്ന സംഭവം ആയിരിക്കാം, ചിലപ്പോൾ ഈ ഉഴുന്നുവട പോലത്തെ ഒരു സംഭവം, ചിലപ്പോൾ അതിനകത്ത് സിഗരറ്റ് വെച്ചിട്ട് വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ വിളിച്ച ടാക്സിയിൽ, ഐവാൻ്റെ ടാക്സിയുടെ ഫ്രണ്ടിലും പുള്ളി ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഒരു കൊട്ടയ്ക്കകത്ത് പൂവൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷേത്രം കടലിൻ്റെ ഒരു ഓരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ നടന്നു പോകുന്ന ഭാഗം കഴിഞ്ഞ് മുറിച്ച് അപ്പുറത്ത് ചെറിയൊരു ഐലൻഡ് പോലെ ഒരു പാറക്കെട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുളുന്താനൂരിൽ പോയപ്പോഴും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ആ ഒരു കോമ്പൗണ്ട് വിട്ടിട്ട് ഒരു തടാകത്തിൻ്റെ നടുക്കാണ് ആ ടെമ്പിൾ സ്ഥിതി ചെയ്തത്.
അവിടെ നിന്ന് ഞങ്ങൾ പനോരമിക് വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ട് നടന്നു. ഒരു സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ കയറിപ്പോയാൽ ആ വഴിയുടെ സൈഡിൽ ഇരുവശങ്ങളിലായിട്ട് ധാരാളം കടകളും ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ചെന്നെത്തുന്ന ഒരു പനോരമിക് വ്യൂ പോയിന്റാണ്. ഈ തൻഹാലോ ടെമ്പിളിൽ നമുക്ക് നല്ലൊരു ആംഗിളിൽ കാണാൻ പറ്റും. അതുവഴി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ വഴിയുടെ ഒരു വശത്ത് മുഴുവൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടുന്ന് നമുക്ക് പാനീയങ്ങളും ചെറിയ സ്നാക്സും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ മറുവശത്തുള്ള പനോരമിക് വ്യൂ പോയിന്റിൽ പോയിരുന്ന് കഴിച്ച് നമുക്ക് കടലും കണ്ട് ആസ്വദിച്ചിരിക്കാം. അതാണ് സംഭവം. ഈ വഴി നേരെ ചെന്നെത്തുന്നത് ഒരു അടച്ചിട്ട ഒരു കോമ്പൗണ്ടിൻ്റെ അവിടെയാണ്. അവിടെ മുളകളൊക്കെ വെച്ചിട്ട് നമുക്ക് എൻട്രി ഇല്ലാത്ത രീതിയിൽ അടച്ചിട്ടിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്കൊന്ന് കയറണമെന്ന് തോന്നി. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ വലിഞ്ഞ് കയറി അകത്തെത്തി. ഈ വഴി കൂടെയാണ് അകത്ത് കയറിയിട്ട് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് മുമ്പ് ടൂറിസ്റ്റുകളൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെയാണ്. മാത്രമല്ല ഇത് ചെന്ന് അവസാനിക്കുന്നത് ശരിക്കും ഒരു ഹോണ്ടഡ് ബീച്ചിലാണ്. ഇത് കുറച്ച് റഫ് സീയാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇറങ്ങുന്നത് വളരെ റിസ്ക്കാണ്. ഇതൊക്കെയാണേലും അവിടുത്തെ വ്യൂ അസാധ്യമാണ്. ഒരു പനോരമിക് വ്യൂവിനെക്കാട്ടിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയായിരുന്നു. കാരണം അവിടെ തിരക്കൊന്നുമില്ല, പിന്നെ നല്ല ക്ലീനാണ്, പിന്നെ ഒരു കാസ്റ്റവേ ഫീലിംഗ് കൊള്ളായിരുന്നു അവിടെ. അവിടുന്ന് ഞങ്ങൾ തിരിച്ചെത്തി ഒരു കരിക്ക് വാങ്ങി. നല്ല വലിപ്പമുള്ള കരിക്ക. നമ്മുടെ ഒരു 2 തേങ്ങയുടെ വലിപ്പമുണ്ട്. അതിനകത്ത് വെള്ളം നമുക്ക് ഒരാൾക്ക് കുടിച്ചു തീർക്കാൻ പറ്റും, പക്ഷെ വയറ് നന്നായിട്ട് നിറയും. അത്രയ്ക്ക് വലിപ്പമുള്ളൊരു കരിക്ക. അതിന് ഏകദേശം അവർ ഈടാക്കിയത് ഒരെണ്ണത്തിന് 70 രൂപയോ മറ്റോ. നമ്മുടെ 70 രൂപയോളം വരും. ഇത്രയാണ് അവർ ഈടാക്കിയത്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. അവിടെ നിന്ന് ന്യൂസാ പെനിയുടെ ഐലൻഡിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തിരിച്ചു. പോകുന്നത് ബോട്ടിലാണ്. അവിടുത്തെ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. ഈ ബോട്ട് പിടിക്കുന്നതും ഹാർബറിലെത്തുന്നതും ഞങ്ങൾ പെനിയുടെ ഐലൻഡിലേക്ക് പോയതൊക്കെ അത് വലിയൊരു കഥയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടി ഐലൻഡ്സ് ലൈക്ക് ഗില്ലി ഐലൻഡ്, ന്യൂസാ പെനിയുടെ അങ്ങനത്തെ ഐലൻഡ്സിലേക്ക് പോകാനായിട്ട് 2 മാർഗ്ഗമാണ് ഉള്ളത്. ഒന്ന് അവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സാധാരണ ബോട്ട്, അല്ലെങ്കിൽ സ്പീഡ് ബോട്ട്. ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ബോട്ടിൽ പോവുകയാണെങ്കിൽ 4-5 മണിക്കൂർ എടുക്കും ഈ യാത്ര. പക്ഷേ ഈ സ്പീഡ് ബോട്ടിൽ പോവുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട്, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളിവിടെ എത്തും. റേറ്റും അതുപോലെ വ്യത്യാസമുണ്ട്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ബോട്ടിന് ഏകദേശം 300 രൂപ 400 രൂപ തന്നെ ഉള്ളൂ വൺ സൈഡ്. പക്ഷേ ഈ ബോട്ടിന് 2000 രൂപയാണ്. 2500 രൂപ വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനായിട്ട്. ഇതിന് ധാരാളം ഏജൻസ് ഉണ്ട്. അവർ ഭയങ്കര കത്ത് റേറ്റ് മേടിക്കും. പല ബോട്ടിനും പല റേറ്റ്സാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം ഈ ഹാർബറിലെത്തുക. ഈ ഹാർബറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാർബറിലെത്തി അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. ഈ ഓരോ ബോട്ടിൻ്റെ സ്റ്റോൾസ് ഉണ്ട്. അവിടെ ചെന്ന് നേരിട്ട് ആദ്യം സംസാരിക്കുക. നേരിട്ട് സംസാരിച്ചിട്ട് മാത്രം വേറെ ഏജൻസിനെ സമീപിക്കുക. നമുക്ക് കുറച്ചും കൂടെ പൈസ കുറച്ച് കിട്ടുമെന്ന് അറിയാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം വൺ സൈഡ് എടുക്കാതെ തിരിച്ചുള്ള ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്യുക. കാരണം അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ പൈസ കുറച്ച് തരും അവർ. മൂന്നാമത്തെ കാര്യം, ഈ ബോട്ടിൽ കയറുമ്പോൾ ഷൂസൊന്നും ഇടാതിരിക്കുക. ഷൂസും ഷോർട്സ് ഇടുക. കാരണം ബാലിയിലെ ഹാർബറിൽ നമുക്ക് നടന്ന് കയറാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ഒന്നുമില്ല. വെള്ളത്തിൽ കൂടെ വേണം നടന്ന് കയറാൻ. അത് ബോട്ട് വലിഞ്ഞു കയറണം.
അതുകൊണ്ട് നനയുന്ന വസ്തുക്കളൊക്കെ മാറ്റി വെക്കുക. ഞങ്ങളുടെ റോയിക്കുട്ടൻ്റെ മൊബൈൽ വെള്ളം കയറി അടിച്ചു പോയി അവിടെ വെച്ച്. 4, ആദ്യം എത്തുവാണെങ്കിൽ നമുക്ക് അപ്പർ ഡെക്കിൽ പോവാം. അപ്പർ ഡെക്കിലെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. അകത്തിരുന്ന് കഴിഞ്ഞാൽ അത്ര നല്ല വ്യൂ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതും കൊണ്ട് ഞങ്ങൾ അടുത്തുള്ള KFCന്ന് ഒരു ബക്കറ്റൊക്കെ വാങ്ങി താഴത്തെ ഡെക്കിൽ പോയി ഇരിക്കുമായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. തിരിച്ച് ഞങ്ങൾ അപ്പർ ഡെക്കിൽ ഇരുന്നാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ന്യൂസാപ്പന്നിയുടെ ഐലൻഡിലെത്തി. ഇവിടെ നമുക്ക് കരയിലേക്ക് നടന്നു പോകാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കാലൊന്നും വെറ്റാവത്തില്ല. അവിടെ നിന്നൊരു സ്കൂട്ടറൊക്കെ ഞങ്ങൾ റെൻറ്റ് ചെയ്ത് പെട്രോളൊക്കെ അടിച്ച് താമസിക്കാനായിട്ടൊരു ഹോസ്റ്റൽ നോക്കി നടന്നു. അവിടെ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പോകുന്ന വഴിക്ക് തന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കി ധാരാളം ഹോസ്റ്റൽസിൻ്റെ പേര് കാണാം. ഏതെങ്കിലും ഹോസ്റ്റലിൽ ചെല്ലുക, ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ കയറുക. അല്ല ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അത്രയ്ക്കും റഷൊന്നുമില്ല. ബാഗെല്ലാം സെറ്റിൽ ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വെളിയിലേക്ക് പോയി. ചെറിയൊരു കറക്കം, അവിടുത്തെ ടൗൺ എങ്ങനെയുണ്ടെന്ന് അറിയാനും അവിടുത്തെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഒന്ന് കാണാനായിട്ടുള്ളൊരു പോക്ക്. അതിനുശേഷം തിരിച്ചു വന്ന് നാളെ പോകാനുള്ള സ്ഥലത്തിനെ പറ്റിയൊക്കെ ധാരണയായി കിടന്നുറങ്ങി.